നമസ്കാരം. നമസ്കാരം. നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിച്ചാലോ? നമ്മൾ പിടിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞത് നിങ്ങളായിട്ടൊന്ന് ചെയ്യുന്നുള്ളൂ. കുറെ പാരഡി പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ പല രീതിയിൽ. അപ്പൊ ഞാൻ ഇതുവരെ ഒരു ഭക്തിഗാന ഒരു സംഭവം പാടിയിട്ടില്ല ഇവിടെ. ഈയിടയ്ക്ക് ഒരു മാപ്പിളപ്പാട്ട് പാടിയതൊക്കെ വളരെ നല്ലതായിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ എന്നെ പരിചയമുള്ള ആൾക്കാരും കൂടെ വിളിച്ച് നിങ്ങളുടെ പാട്ട് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ നമുക്കൊരു വിഗ്രഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു ഭക്തിഗാനം ഒരെണ്ണം ഇറക്കിയാലെന്ന്. എന്താണ് അതിന്റെ കണ്ടന്റ്? എന്താണ് അത്? വിഗ്രഹം മോഷ്ടിക്കാൻ വന്ന ഒരു കള്ളനെ പോലീസ് ചോദ്യം ചെയ്യണ ഒരു സംഭവം. എന്താ അമ്മാവ, അതാണോ ഭക്തി? ഒരു വിഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും അതൊരു ഭക്തിഗാനമാവില്ല. അതിന് ഭക്തി വേണം. അമ്പലത്തിൽ കള്ളം കയറിയ കഥ ഇത് പാരഡി തന്നെയാ. ഇത് പാരഡിയാ. അമ്പലത്തിൽ കള്ളം കയറി പോലീസ് ചോദ്യം ചെയ്യുന്ന സാധനം ഭക്തിഗാനാവോ? ആണല്ലേ? അങ്ങനെ ഭക്തിയാവൂല. അതല്ലേ ഭക്തിയാവൂല. ഭക്തി മാതാവിന്റെ പാട്ടാന്ന് പറഞ്ഞിട്ട് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് പാടി ആരെയായി പോയില്ല. അപ്പൊ വിഗ്രഹം മോഷ്ടിച്ച ഒരുത്തരം പോലീസ് ഭക്തിയല്ല, പാരഡി. അത് കേക്കാം. അത് പാടിക്കോട്ടെ. അത് പാടിയോ? തുറന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്തിയൊരാരാത്രി. തുറന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്തിയൊരാരാത്രി. തുറന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്തിയൊരാരാത്രി. CCTV പതിഞ്ഞു നിൻ ദൃശ്യങ്ങൾ നല്ല ക്ലിയറായി. CCTV പതിഞ്ഞു നിൻ ദൃശ്യങ്ങൾ നല്ല ക്ലിയറായി. തുറന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്തിയൊരാരാത്രി. പറഞ്ഞോ നീ തനിച്ചാണോ പ്രശോഭനം പങ്കുചേർന്നാണോ? പറഞ്ഞോ നീ തനിച്ചാണോ പ്രശോഭനം പങ്കുചേർന്നാണോ? സാധാരണ സിമ്പിൾ മോഷണങ്ങൾ ഞാൻ സിംഗിളായി മാത്രം ചെയ്യാറാ. ഇമാതിരി വള്ളി മോഷണത്തിൽ പ്രതി ഞാൻ മാത്രമാവാറാ. തുറന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്തിയൊരാരാത്രി. തുറന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്തിയൊരാരാത്രി. Once upon a time, once upon a time.